എന്താ വേണ്ടേ? ഒരു കോഫി വേണം. കോഫി. ചക്കപ്പഴത്തിന് മണമുണ്ടോ? ഒരു കോഫി തരാം. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല. കോഫി അല്ലേ? അപ്പൊ എനിക്കൊരു ചായ. ആ എടാ എന്നാ. ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാ പോരെ? ഇത്രയേ ഉള്ളൂ. മതി മതി. എന്താണ് പോയി? സർ ആ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സാർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് വരും തേങ്ങപ്പഴം. ഞാൻ എന്റെ സ്പോൺസർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സാർ ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സാർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി അവതരിപ്പിക്കാനല്ലേ പറഞ്ഞത്. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. മധുരം കട്ട. സാറിന് ചക്കയുടെ മണം കിട്ടുന്നുണ്ടോ? എനിക്കും കിട്ടി. എനിക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല ചക്കക്ക്. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോയായ ഹലോ FM-ന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, RJ മാധവ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവില് നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിനോണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല മാധവ്. എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. എന്റെ പ്ലാവല്ല, അതിന് കൊമ്പ് പോട്ടൊരു ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനില്ലേ കാണായിരുന്നു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? അങ്ങനെ അത് ജെറി, എന്തൊരു സൗണ്ട്? ഇടിയവൻ പ്ലാവ് മുറിക്കുന്നതാ. എന്തൊരു ശല്യമായി താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഞാൻ ഇവിടെ താമസിക്കാൻ പറ്റില്ല.
അവന്റെ ആളാ. പിടിക്കാൻ. ആഹാ. ജെറി, പിടി, പിടി, പിടി. ഏയ്, ഇതവന്റെ ഗുണ്ടയാ. ആ, സാറെന്തിനാ അത് ശരി, നീ ആളെ വിട്ടതല്ലേ? ഈ ഓഞ്ഞ വരം പെട്ടാറേ എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. രണ്ട് ദിവസത്തിലെ അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലാ മാധവ്. തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ ആ കുട്ടി വെട്ടാന്ന് നമുക്ക് പോലെ സഖി കെട്ടു. രണ്ടു കൂട്ടരും വീടും വിറ്റു പോകുന്നതാ കോളനിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്തിനു കേടാന്ന് മനുഷ്യ? വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങളെ പോലത്തെ രണ്ടെണ്ണത്തിന് വെച്ച് ആ സ്ഥാപനം നടത്താൻ എനിക്ക് നല്ലതേ അത് തൂക്കി കിടക്കണതാ. ആ FM-നെക്കാട്ടി നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ FM-ന്റെ ഭാവി. ഇത്രയും നാളും കയ്യാലെ പുറത്തായിരുന്നു, ഇപ്പൊ ഈ പ്ലാവിലായ. മോനെ ജെറി, ചേട്ടനോട് കരുണ കാണിക്കടാ. നാളെ തന്നെ നിങ്ങളൊന്ന് FM-ൽ വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെ ഒക്കെ കല്യാണം. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക നീ. എനിക്ക് താല്പര്യമില്ല. വരുന്നുണ്ടോ? നീ പോടി. അന്നാന്നല്ല പന്നാന്ന ഇവളെയൊക്കെ വിളിക്കണ്ടേ. അവനെ ചെറിയുന്നല്ല. നല്ല ഉറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോ. എന്തേ വിശക്കണല്ലേ? ഓ അവിടെ ചെക്ക് എടുക്കൂലല്ലേ? നല്ലൊരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു, മര്യാദക്ക് അത് തിന്നാ മതിയായിരുന്നു. പട്ടിണി തന്നെ. ഹലോ സർ, സമയായി സർ. ചാവാനാ? അല്ല സർ, ഹലോ നമസ്തേക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇന്നത്തേക്ക് ഏതെങ്കിലും ട്രെയിനീസിനെ കയറ്റാൻ പറ്റുമോ നോക്ക്. ട്രെയിനീസിനെയോ? ഈ പ്രോഗ്രാമോ? സാറേ ദേ ആ പിള്ളേരൊക്കെ ആക്കി ടെൻഷനില്ല. 2 മിനിറ്റും കൂടി ഉള്ളൂ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഉറപ്പായിരുന്നു സാറിന്റെ പോക്കണ്ടിട്ട് സാറിന് ഭ്രാന്ത് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന്. എന്നെ കൂടെ കൊണ്ടുപോകണം സാർ. കൊല്ലരുത് സാർ, ഭ്രാന്തായിന്നാ തോന്നണ. സാർ കൂട്ടരുത്, ഞാൻ ഇതുവഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ സാർ ഞാൻ പോട്ടെ. വാ. എങ്ങോട്ട്? ഇതെന്താ? വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് 2 സർപ്രൈസ് ആർജേഴ്സ് ആണ്, ജയ് ആൻഡ് അബു. അബു? ഞാൻ ജയ്. എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? അബു. അബു. അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? തകർക്കാനല്ല, പൊളിക്കല്ലേ? പൊളിക്കല്ലേ? പൊളിക്കെന്തിനാന്ന്? പൊളിക്കാം, നമുക്ക് ഇടിവെട്ടാക്കാന്ന്. എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്. ധൈര്യം. ഈ ധൈര്യം വെച്ചുകൊണ്ട് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന ട്രെയിൻ വന്നാൽ ചത്തോലേ? പോവില്ലേ? ഈ അബുവിന്റെ ഒരു കാര്യം. ഇനി ഹലോ നമസ്തേയിൽ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ പറഞ്ഞ പോരാട്ടം നടക്കുക. അവിടെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞാണ്ടല്ലോ, നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. ആ വേഗം ഇരുന്നോ. ഇന്ന് തന്നെ ഒരു സാലറി തരും. തരുമോ? ആ ഓക്കെ. പറ്റിക്കരുതട്ടാ. പാട്ട് തീരാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ. ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ചെയ്യുമ്പച്ചാ നിങ്ങൾ വെറുപ്പിച്ചോണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടങ്ങാന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയ്മച്ചാനോട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായയിട്ട് അല്ല ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. സാർ, താങ്ക് യു സാർ.
താങ്ക് യു സാർ. ഓക്കെ, സ്പോൺസറാ, പരിപാടി കുഴപ്പമില്ലെന്ന്. നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ? അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറേ എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഇത് മൊത്തം ചൊലാവും ഉറപ്പാണ്. നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല അവര് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും കേട്ടാ.